ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, നമ്മൾ പിന്നെയും നമ്മുടെ മറ്റേ പണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. മറ്റേ പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബസ് ഡ്രൈവർ ഗൈസ്, ഈ സ്കൂൾ ബസ് ഡ്രൈവർ അങ്ങനത്തെ ഒരു പണിക്കാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. 6 ടൈം മാണ്ടപ്പൻ ട്രക്ക്. എന്തായാലും കുഴപ്പമില്ല, ആരെതെങ്കിലും ആവട്ടെ ഗൈസ്, നമുക്ക് നമ്മുടെ ലോഡിന് ഗൈസ്. ഈ മുന്നിലുള്ള വീട് ഇല്ലേ, കഴിഞ്ഞ പ്രാവശ്യത്തെ ബസ് ഡ്രൈവറിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ കാണണം കേട്ടോ. ഈ വീട് നല്ല ഐശ്വര്യമുള്ള വീടായിരുന്നു. ഇപ്പം ഈ വീട്ടിൽ ആൾക്കാർ വേറെ ആൾക്കാരാണ് തോന്നുന്നത്. മറ്റേ ആൾക്കാരെ നമ്മൾ പണിത് വിട്ടതാണ്. 2 കുട്ടികളാണ് മക്കളെ കയറി വന്നിട്ട് ഗായ്സ്. അപ്പോൾ ആ കുട്ടികളെന്തായാലും കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും വില്ലേജിലോട്ട് പോവാം, നമ്മുടെ മെയിൻ സ്ഥലം. സത്യം പറയാലോ, എനിക്ക് ഏറ്റവും കൂടുതൽ കുട്ടികളും ട്രിപ്പും കിട്ടുന്നത് അവിടെ നിന്നാണ് ഗൈസ്. ഭയങ്കരമായിട്ട് പൈസയും കിട്ടും അവന്മാരേത്. കാരണം വില്ലേജ് പറഞ്ഞിട്ട് നല്ല മനസ്സിനുടമകളാണ്. പണിക്ക് കിട്ടിയ കൂലി കിട്ടും, അത്രയാണ്. പണി എടുത്താൽ കൂലി അപ്പം സ്പോട്ടിൽ ഗായ്സ്. അപ്പോൾ എന്തായാലും ഈ മക്കളെയും കൂടി നമ്മൾ കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് കുറച്ച് തിരിക്കാനൊക്കെ ഭയങ്കര പണിയാണ്. നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷൻ വഴി പോവാം. അതിലൂടെ ഒക്കെ പോകാൻ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഏതൊക്കെ വഴി കയറേണ്ട റാമ്പ് വരെ കിടക്കേണ്ടി വരും ഗായ്സ്. സ്കൂളെത്തിയിട്ടുണ്ട്. അയ്യോ സാരമില്ല, കുട്ടികളെന്തായാലും പോയിട്ടുണ്ടാവും ഗായ്സ്. പിന്നെ ഈ G-Wagon ആരും മറന്നിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ വീഡിയോൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ഓർമ്മിപ്പിക്കുക കേട്ടോ. ആ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ആ വീഡിയോ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. അതിൻ്റെ ഒരു പാർട്ട് 2 പോലെയാണ് ഈ വീഡിയോ. നമ്മുടെ നമുക്ക് വേറെ പണിയും കൂടി ഉണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ പണി, കൊട്ടേഷൻ ഗൈസ്. ഈ ഫ്രാങ്ക്ലിൻ ആരാന്ന് അവൻ്റെ ഒക്കെ വിചാരം? എടാ, നീ അണലി സാബുവിനെ വിട്ട്, നീ ഗുണ്ടവാസ്റ്റിനെ, നീ ഗുണ്ടബാബു, നീ ഗുണ്ട സാബു, ഇവരെല്ലാം വെട്ടി തട്ടിയിട്ട് വരണം. ശരിയണ്ണാ. എല്ലാവരെയും ഞാൻ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായി കൊല്ലണം. ശരിയണ്ണാ, അതൊക്കെ ഞങ്ങളേറ്റു അണ്ണാ. അത്ര തന്നെ ഉള്ളൂ ഗായ്സ്. അപ്പം നമ്മൾ ഇവന്മാരുടെ അടുത്ത് പറഞ്ഞില്ല കുറച്ച് ആളുകളുടെ പേര്. ഇവരൊക്കെ ടോപ്പ് ഗുണ്ടാലിസ്റ്റിലെ ലീഡേഴ്സാണ് ഗൈസ്. ഇവന്മാരെല്ലാം തട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒറ്റയ്ക്ക് കയറി ഭരിക്കുക ഗൈസ്. അതിനുള്ള പണിയൊക്കെ ഞാൻ ചെയ്യും. ഫ്രാങ്ക്ലിന് ആരാന്ന് വിചാരം? അമ്മേ, തെങ്ങ്, പന്ന തെങ്ങ്, എൻ്റെ G-Wagon. ഷിറ്റ്, എൻ്റെ അളിയ, എൻ്റെ തെങ്ങ് ഗായ്സ്. ഇതൊരു ജഡ്ജിൻ്റെ വീടാണ്. ഈ തള്ളക്ക് കുറച്ച് കടിയാ. എടി ജഡ്ജി. എടാ ഫ്രാങ്ക്ലിനെ, നീ എപ്പോഴാണ് ഇറങ്ങിയത്? എടി എലിക്സർ ജഡ്ജി, നിന്നെ ഞാൻ കുറേ കാലമായിട്ട് വിചാരിച്ച് വെച്ചിരിക്കുന്നു. നിനക്ക് എന്താടി, ഞാൻ ജാമ്യത്തിന് അപേക്ഷ കൊടുത്താൽ നീ അപ്പം അത് തള്ളിക്കളയും. അല്ലെങ്കിൽ എനിക്ക് വീണ്ടും റിമാൻഡ് കാലാവധി ഉണ്ടാക്കുമല്ലോടി. നിന്നെ ഞാൻ വെറുതെ വിടില്ലടി. എടാ ഫ്രാങ്ക്ലിനെ, നീ ഇപ്പം ചെയ്യുന്ന വലിയൊരു തെറ്റാണ്. ഞാനിവിടുത്തെ ജഡ്ജിയാണ്. എന്ത് ട്രൗസറോ? ഓടാ. അല്ല പിന്നെ ട്രൗസർ ഓൾക്ക് ഡിസ്ട്രിക്ട് കോർട്ട് എന്ന് പോലും പറയാറിയില്ല, പിന്നെ എന്നിട്ടാണ് ഓള് വലിയ ജഡ്ജി. എടാ ഫ്രാങ്ക്ലിനെ കളിയാക്കരുത്. ചാവടി അങ്ങോട്ട്, ചാവ്. അല്ല പിന്നെ നിന്റെ തലൻ്റെ ബാക്കിൽ ബോംബ് വെച്ചത് ആദ്യം കാണണ്ടേ. ഓൾക്കൊരു പെണ്ണിനെ നോക്കിയാൽ തന്നെ ഓൾക്ക് പോസ്കോയാണ്, പോസ്കോ. അവളാണ് എന്നോട് കിടന്ന് ചലക്കുന്നത്. ഈ G-Wagon വേണ്ടട്ടെ ഗൈസ്. എൻ്റെ ഇഷ്ടമുള്ള വണ്ടിയെ ഞാൻ കത്തിച്ചു ഗൈസ്. അത് സാരമില്ല ഗൈസ്, നമുക്ക് ഏതെങ്കിലും ഒരുത്തൻ്റെ വണ്ടി അടിച്ച് മാറ്റിയിട്ട് നമ്മൾ പോയിട്ടുണ്ട്. ഏതായാലും ഒരു ഡിഫൻഡർ നമ്മളെ കയ്യിലുണ്ട്. അത് നമുക്ക് ബ്ലാക്ക് കളർ അടിച്ചിട്ട് അടുത്ത പണിക്ക് ഇറങ്ങാം ഗൈസ്. അതൊന്നും വിഷയമുള്ള കാര്യമില്ല ഗൈസ്. അള്ളാഹു മെന്നി. അയ്യോ, എന്തിനാ ഇറങ്ങിയത് ഗൈസ്? എന്തിനാ ഇറങ്ങിയത്? അത് സാരമില്ല. ഇനി എന്തായാലും നമുക്ക് കുട്ടികളങ്ങ് പിക്ക് ചെയ്യാൻ പോട്ടെ. വൈകുന്നേരമായി അല്ല, കുട്ടികളെ കൊണ്ടാക്കണം. വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ ഒക്കെയാണ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തൊരു സബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ, ടാറ്റ.